മുടിഞ്ഞു പോകാനായിട്ട് ഇന്ന് മുഴുവനും ഫുള്ളാ. ഇന്നലെ 10,000 കിட்ட പറയുന്നില്ല സാർ. വാർഡനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ സത്യരാജനെ ജയിൽ ചാടാൻ ജയിൽ സൂപ്രണ്ട് കൂടെ സഹായിച്ചിട്ടുണ്ട്. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? എല്ലാം ഇതിൽ വിവരിച്ച് എഴുതിയിട്ടുണ്ട് സർ. സൂപ്രണ്ടിനെ ചോദ്യം ചെയ്യാൻ ജയിൽ ഐജിയുടെ പെർമിഷൻ ചോദിച്ചുകൊണ്ടുള്ള ആപ്ലിക്കേഷനാണ്. സാർ ഇതൊന്ന് ഫോർവേഡ് ചെയ്യണം. ജയിൽ സെക്യൂരിറ്റിക്കാരുടെ ശ്രദ്ധ തിരിക്കാൻ ബി ബ്ലോക്കിലെ പ്രിസണേഴ്സിനെ കൊണ്ട് സൂപ്രണ്ട് കത്തിക്കുത്തുണ്ടാക്കിയതാണ് സർ. അത് മാത്രമല്ല, അവിടെ സെല്ലിൽ സ്ഥിരമായി വിസിറ്റ് ചെയ്യുന്ന ക്രിമിനൽ ലോയർ ജയചന്ദ്രനെ എനിക്ക് സംശയമുണ്ട്. സംശയമല്ല അവിടെ ഇരിക്കട്ടെ. എനിക്ക് മറ്റൊരു പ്രധാന കാര്യം തന്നോട് പറയാനുണ്ട്. ഒരു ഫുട്ബോൾ ടൂർണമെന്റിന്റെ 10 സീസൺ ടിക്കറ്റുകൾ ഇവിടെ അയച്ചു തന്നിരിക്കുന്നു. ഒരു ടിക്കറ്റിന് 5000 രൂപയാണ് വില. 5 എണ്ണം ഞാൻ തന്നെ ഏൽപ്പിക്കുന്നു. ഇത് വിറ്റ് തരണം. ക്ഷമിക്കണം സർ, എനിക്കതിൽ അല്പം പ്രയാസമുണ്ട്. എന്ത് പ്രയാസപ്പെട്ടാലും ചെയ്തേ പറ്റൂ. സാർ, ഈ യൂണിഫോം ഇട്ട് ചെന്നാൽ 5000 രൂപ ചിലർ തന്നെന്ന് വരും. കളി കാണാനല്ല, പോലീസുകാരൻ നൽകുന്ന സഹായം. ഈ ദാനം ഞാൻ സ്വീകരിച്ചാൽ പകരം ഞാൻ നാളെ അവന്മാരുടെ അഴിച്ചിട്ട് കോണം കഴുകി കൊടുക്കേണ്ടി വരും. ബൽറാം, യു ക്യാൻ ഗോ. സാർ, അപ്പൊ ഞാൻ തന്ന ആപ്ലിക്കേഷന്റെ കാര്യം? Stupid! Your application will go to hell through proper channel. Get away from here! നിന്റെ പോലീസിന് മണങ്ങാൻ ചീട്ട് കളിക്കുന്നു. നിന്റെ ചീട്ട് കളി നിന്നെ. വാസു, എന്താ ഇത്? മാർക്കറ്റിലെ ചീട്ട് കളിക്കാരാ. രാവും പകലും പന്നി മലർത്ത് എന്നാ ഒരു 10 പൈസ സ്റ്റേഷനിൽ കയറി. ഓ, അതിന്റെ വാശി തീർക്കാനാണോ? വിട്ടുകളടോ ഒറ്റളെ. സാർ, ഒരു സംശയം. അപ്പൊ ഈ ചൂതാട്ടം ഗാംബ്ലിംഗ് വെറുതെ വിടാനോ? ശിക്ഷിക്കണോടോ ഗാംബ്ലിങ്ങിന്? എങ്കിൽ ചെല്ല്. സീസൈഡ് ക്ലബില്, ഓഫീസേഴ്സ് ഡെന്നില്, ഹോട്ടൽ മുറികളില് പോലീസ് കമ്മീഷണർ അടക്കം ആയിരങ്ങൾ വാത് വെച്ച് കളിക്കുന്നുണ്ടാവും. അവരെ ആദ്യം പിടിച്ചിട്ട് വാ. മാർക്കറ്റിൽ മീൻകൊട്ട ഒന്നും ഇറച്ചി ഒട്ടിയും അടുക്കുമ്പോ ഒരു രസത്തിന് വേണ്ടി 10 പൈസ വെച്ച് ചീട്ട് കളിക്കുന്ന ഈ പാവങ്ങളെ ശിക്ഷിക്കുന്നത് അത് കഴിഞ്ഞിട്ട് മതി. സാർ, മോണ പഴുത്തൊലിക്കുന്നവന്റെ നാവ് പഠിച്ച വായനാറ്റം മാറൂലടോ. വിട്ടുകളാവറ്റളെ. എനിക്ക് ഈ പുളിച്ച സാമ്പാർ കഴിച്ച് ശീലമില്ല. ഇറച്ചി മീനൊന്നും ഇല്ലാതെ. അയ്യോ, ഇതൊരു നമ്പൂരില്ലാണ്. ഇവിടെ ഞാൻ കഴിഞ്ഞ ജയിലിനേക്കാൾ വലിയ തടവറയാണ്. ദേഷ്യം തോന്നരുത്. നിർബന്ധം അച്ഛാ, ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങൾ ആ വക്കീലിനെ ഒന്ന് കാണണം ഉടനെ. ഒരു ഫോണിന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു ടെലിഫോൺ ഇവിടെ ഏർപ്പാടാക്കി തരാൻ. ആ, പിന്നെ വിസ്കിയോ ബ്രാൻഡിയോ എന്തെങ്കിലും. ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഒന്ന് ഭ്രാന്ത് പിടിക്കും. ഒന്ന് പതുക്കെ. അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ആരാ അത്? ആരാ ഇരുട്ടത്തേക്ക് മാറിയത്? പറയ്. അച്ഛാ, ഞാൻ കേട്ടു ഒരു ആണിന്റെ ശബ്ദം. അത് എന്നോട് ക്ഷമിക്കൂ അച്ഛാ. മോളെ, പ്രായം കവിഞ്ഞിട്ടും പെൺകുട തരാവാതെ നിൽക്കുന്ന നിനക്ക് ഒരു പുരുഷനുമായി ബന്ധപ്പെടാൻ മോഹം ഉണ്ടാവും. മനസ്സ് നിയന്ത്രിച്ചാലും ശരീരം കൊതിക്കും. ഇല്ല അച്ഛാ, എന്നെ തെറ്റിദ്ധരിക്കരുത്. പിന്നെന്താ ഞാൻ കണ്ടത്? ദിവസവും നേദിക്കുന്ന ശീലത്തിന്റെ മുമ്പിൽ വെച്ച് മരിച്ചുപോയ ആത്മാക്കൾ പൊറുക്കില്ല. ഞാനും. അരുത്, എന്നെ ശപിക്കരുത്. ഞാനെല്ലാം പറയാം അച്ഛാ. ഒരിക്കലും സമ്മതിക്കില്ലെന്ന് കരുതിയ ഞാൻ അച്ഛനറിയാതെ നമ്മുടെ ഉണ്ണിയെ കൊന്നവരോട് പകരം വിട്ട് വേറെ വഴിയില്ല. ഈ വഴി അപകടമല്ലയോ മോളെ? എനിക്കെന്തോ ഭയം തോന്നുന്നു. തിരുമേനി, നിങ്ങളെക്കാൾ കൂടുതൽ ഭയപ്പെടേണ്ടത് ഞാനാണ്. ജയിൽ ചാടിയ ഞാൻ ഇവിടെ കഴിയുന്നത് നിങ്ങളുടെ മകനെ ഓർത്താണ്. ആ കുട്ടിയെ ഉലക്ക കൊണ്ട് ഇടിച്ചുരുട്ടി ചതച്ച് ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് കണ്ടവനാണ് ഞാൻ. അവരെ തൂക്കിലേറ്റാൻ എന്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഞാൻ പോകാം. അരുത്, അരുത്. എന്റെ മകൾ ചെയ്തത് ശരിയാണ്. നിങ്ങൾ ഇവിടെ താമസിക്കും, ഞങ്ങളെ സഹായിക്കും. സത്യരാജന്റെ ജയിൽ ചാട്ടത്തെ കുറിച്ച് എനിക്ക് ചില ധാരണകളൊക്കെ ഉണ്ട് സർ.
അവനെ സഹായിച്ചവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഐ ആൾസോ അഗ്രി വിത്ത് യു. അതിനിടയ്ക്ക് കാരണമില്ലാതെ എന്നെ ട്രാഫിക്കിലേക്ക് മാറ്റിയിരിക്കണം സർ. ആരും അതിന് കാരണമില്ലെന്ന്. മിസ്റ്റർ ബൽറാം, ട്രാഫിക്കിൽ നിങ്ങളുടെ സേവനം ആവശ്യമുണ്ട്. സിറ്റിയിലെ തിരക്കും വാഹനങ്ങളുടെ മത്സരോട്ടവും അറിയാമല്ലോ. അത് നിയന്ത്രിക്കാൻ നിങ്ങളെപ്പോലെ ഒരു ഓഫീസറെ ചുമതലപ്പെടുത്തിയതിൽ എന്താ തെറ്റ്? സാർ, ഞാൻ ഇനി ഒരു പരാതിയും എനിക്ക് കേൾക്കണ്ട. വയ്ക്കുള്ളൂ. ബാലു, പ്ലീസ് ഗോ. നമ്മൂര് പോണില്ലേ? പോയിക്കോളൂ. നമ്പൂരി, നമ്പൂരി, എഴുന്നേറ്റേ, എഴുന്നേറ്റ. എന്തിനവിടെ നടക്കുന്നത്? വെപ്പും തേനൊക്കെ അവിടെയല്ലേ? കടപ്പ് അവിടെ തന്നെ മതി. ആ അസുരന്റെ കൂടെ ആവായിരുന്നു. ഇന്നലെ രാത്രി വേറെ ആളും ഒന്നും അവിടെ കൂടെ കിടക്കാൻ. ആ ഇതാ വരുന്നു ഇയാള് തന്നെ. ഇറങ്ങി പോകുകേ. ദേശീയവും സഹാരമൊക്കെ എന്റെ അടുത്തല്ലേ ഉള്ളൂ. ഇവിടെ വയ്യല്ലോ. ഇഷ്ടകാരിയല്ലേ? ആ അമ്പലത്തിൽ നിന്ന് വരികയായിരിക്കും അല്ലേ? ഞാൻ അതെ. ആ പ്രസാദവുമായിട്ട് ഇങ്ങോട്ട് വരരുത്. ഈ ഉമ്മർത്ത് കയറരുത്. രാധേ, ഞാനും നീയും അങ്ങനെ കഴിഞ്ഞിരുന്നവരാണ്. എന്റെ ഉണ്ണി നിന്റെ കൂടി അനിയനാണെന്നാ ഞാൻ കരുതിയിരുന്നത്. അവനെ പൊലിക്ക് കൊടുത്ത ദുഷ്ടന്റെ കൂടെ കഴിഞ്ഞിട്ട് ഇല്ല രാധേ, അദ്ദേഹം ഒരിക്കലും അത് ചെയ്യില്ല. നിനക്ക് അങ്ങനെ പറയാൻ ഒക്കും. പലതും ഞാൻ കേട്ടിരുന്നു നിന്നെപ്പറ്റി. എന്നാൽ ഇത്തരം ഒരു മനുഷ്യന്റെ കൂടെ നീ ഇല്ല. ഇനി നാം തമ്മിൽ കാണണ്ട. പോയിക്കോളൂ രാധേ. പോകാൻ പോകാം. അതിനു മുൻപ് എനിക്ക് പറയാനുള്ളത് കൂടി നീ കേൾക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. കേൾപ്പിച്ചിട്ടേ ഞാൻ പോകും. പലപ്പോഴും ഞാൻ നിന്നോട് പറയാൻ ഒരുങ്ങിയതാ, കഴിഞ്ഞില്ല. ഒരിക്കൽ ഒരാളോടെങ്കിലും തുറന്നു പറയാതെ എനിക്ക് സ്വസ്ഥത കിട്ടില്ല. എനിക്ക് സ്വസ്ഥത കിട്ടില്ല രാധേ. നിനക്ക് ഓർമ്മയില്ലേ, തിരുമേനിക്ക് പാലക്കാട്ടേക്ക് മാറ്റമായപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി. പിന്നെ ഞാനോട് ഒറ്റയ്ക്കായി. എന്റെ പാർട്ട് ടൈം ജോലിയൊന്ന് സ്ഥിരമാക്കി കിട്ടാൻ ഞാൻ പലരെയും സമീപിച്ചിരുന്നു. കൂട്ടത്തിൽ ചന്ദ്രഹാസൻ വലിയ നേതാവാ. ചന്ദ്രാജിന്ന് വിളിച്ചു. അങ്ങേര് ശുപാർശ ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു കുട്ടിയാണ്. ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം സഹായം ചെയ്തിരിക്കണം. ചന്ദ്രാജി പറഞ്ഞാൽ പിന്നെ ചെയ്തു കൊടുക്കാതെ പറ്റുമോ? അപ്പോ നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഒക്കെ കാണുമല്ലോ. ഐ മീൻ ഇന്റർവ്യൂ. 11:30 എനിക്ക് മിനിസ്റ്ററുമായി അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഞാൻ റെസ്റ്റ് ഹൗസിൽ കാണാം. സീത പരിഭ്രമിക്കണ്ട. സുകുമാരൻ നായർ സ്വന്തം ആളായിട്ട് കണ്ടാ മതി. ഞാൻ ഇറങ്ങുന്നു. സർട്ടിഫിക്കറ്റ് എല്ലാം ഫയലിലുണ്ട്. അതൊന്നും എനിക്ക് കാണണ്ട. ഇതൊരു ലേസൺ ഓഫീസാണ്. കമ്പനിക്ക് താല്പര്യമുള്ള പല ഗസ്റ്റുകളും ഇവിടെ വരും. അവരെ കാര്യമായി സ്വീകരിക്കുക. വേണ്ടപ്പോ അവരെ ഒന്ന് എന്റർടൈൻ ചെയ്യുക. അതിനുള്ള യോഗ്യത കുട്ടിക്കുണ്ടെന്ന് ഈ ശരീരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്താ നിങ്ങൾ പറയുന്നത്? ചന്ദ്രാജ് നാട്ടിൽ നിന്ന് ഫോണിൽ വിളിച്ചപ്പോ ഞാൻ എല്ലാം വിശദമായി പറഞ്ഞിരുന്നു. പിന്നെന്താ ഒരു മനസ്സിലാകായിക? കണ്ടറിഞ്ഞു നിന്നാൽ അതിൻ്റെതായ മെച്ചമുണ്ടാവും. പരിഭ്രമിക്കണ്ട. ഇവിടെ വേറെ ആരുമില്ല. അത്രയ്ക്കായോ? അവനെ വെറുതെ വിടില്ല. ആ തെമ്മാടി പോലീസിൽ ഏൽപ്പിക്കണം സാർ. ഞാൻ പോലീസ് ഐ വിളിക്കട്ടെ.
ഐ ജി കണ്ട് പിന്നീട് എത്ര പേർ അവിടെ വന്നെന്നോ എത്ര ദിവസം അവിടെ കഴിഞ്ഞെന്നോ എനിക്ക് ഓർമ്മയില്ല. അതിനിടയ്ക്കാണ് അവിടെ പോലീസ് റെയ്ഡ് ഉണ്ടായത്. എന്നെ അവരെ കൂട്ടത്തിൽ കൊണ്ടുപോകരുത് സാർ. ഞാൻ ഒരു കുറ്റം ചെയ്തവളല്ല. ഓ പിന്നെ നീ മാത്രം ഒരു ശീലാവതി ആടിച്ചാൻ. സാർ, എന്നെ അവർ ചതിച്ചതാണ്. ഒരു ജോലി തേടി പുറപ്പെട്ട ഞാൻ ഇവിടെയാണ് എത്തിയതെന്ന് അറിഞ്ഞാൽ എന്റെ വീട്ടുകാർ സഹിക്കില്ല. ഞാനും നശിച്ചു. ഇനി അവരെ കൂടി കൂട്ട ആത്മഹത്യക്ക്. എന്നെ രക്ഷിക്കണം സാർ, എന്നെ രക്ഷിക്കണം. പുറമേ ക്രൂരനാണെങ്കിലും അയാളുടെ ഉള്ളിന്റെ അലിവ് ഞാൻ അന്ന് മനസ്സിലാക്കി. എന്നോട് ആ മനുഷ്യൻ ദയ തോന്നി. നിന്റെ വീടെവിടാ? കോഴിക്കോട് അടുത്ത് മുക്കം. വണ്ടിക്കൂലി കഴിച്ച് ബാക്കി ചില്ലറ ചെലവിന് കാണും. ഇനി നിന്നെ ഈ സിറ്റി കണ്ടുവരുത് പോ. മടങ്ങിപ്പോകാൻ പറയാൻ എളുപ്പമാണ്, പക്ഷേ എങ്ങനെ? ആത്മഹത്യ വരെ ഞാൻ ആലോചിച്ചു. അതൊന്നിനും പരിഹാരമാവില്ലല്ലോ. എല്ലാം നഷ്ടപ്പെട്ടവളായിരുന്നു ഞാൻ. എങ്കിലും എന്റെ ശരീരത്തിന് വില കിട്ടുമെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് എന്റെ കുടുംബം പുലർന്നു. സീതേ, ഇന്ന് ഞാൻ ആ തൊഴിൽ നിർത്തി. അതിന് കാരണം ഈ മനുഷ്യനാണ്. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ ഏറ്റുവാങ്ങിയ അങ്ങേരുടെ വേദന ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, എനിക്ക് ഉറപ്പാണ് അയാൾക്കൊരു ജീവിയെയും കൊല്ലാൻ കഴിയില്ല. ചേച്ചി ഇപ്പൊ വരും. വരട്ടെ, നമുക്കൊട്ടും തിരക്കില്ല. എണ്ണം തെറ്റിലോ? എന്തിനായി നോട്ട് എണ്ണുന്നേ? ഇവിടെ തരാനാ? ആ അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു. കാലം പോയ പോക്കേ. മുമ്പ് നമ്പൂതിരിയായി ജനിച്ചാ മതി. ഊണായാലും ഇഷയായാലും ഒരു മുട്ടുമില്ലാതെ നടക്കും. അന്നുള്ളവർക്ക് സന്ധ്യയാവുമ്പോ പാനീസും കത്തിച്ച് ഇറങ്ങേ വേണ്ടു. കോവിലകത്തെ തമ്പുരാട്ടികൾക്ക് ഇരിപ്പ്, നാട് നീള സംബന്ധം, രാവും പകലും ഇരിക്കപ്പുറതില്ലാത്ത അഭ്യാസം തന്നെ. കുട്ടി പറഞ്ഞാ വിശ്വസിക്കില്ല, എനിക്ക് ഇതുവരെ ഒന്നും തരായിട്ടില്ല. എന്താ നിങ്ങൾ പറയുന്നേ? ഇവിടെ വന്ന് കുട്ടിയെ കണ്ടപ്പോ സംശയായി. ആരോടാ പറയേണ്ടത്? ഏതായാലും ഇന്ന് മൂത്ത ആളെ ഉദ്ദേശിച്ചാ വന്നത്. ആ, ഞാൻ കുളിക്കായിരുന്നു തിരുമേനി. വിശേഷായി, ശുദ്ധായല്ലോ. ഞാൻ കാലത്ത് തിരുവാച്ചലിൽ പോയി വിസ്തരിച്ചു കുളിച്ചു. കൃഷ്ണന്റെ അമ്പലത്തിൽ തൊഴുതു. ഞാൻ പോവാച്ചി. സാറ അയച്ചാണോ തിരുമേനി? ഏയ്, ഞാൻ അങ്ങനെ കാപ്പി എടുക്കട്ടെ? അതൊക്കെ കഴിഞ്ഞിട്ട് മതി. നന്ന ക്ഷീണുണ്ടാവൂലോ. ഓ, എന്ത് കഴിയാൻ? ആദ്യം ഇതങ്ങോട്ട് വാങ്ങിക്കൂ. എന്താ ഇത്? നാടാടിയാണേ. അപ്പൊ പിന്നെ പ്രതിഫലം എന്ന് പറയാൻ വയ്യ. ഒരു ദക്ഷിണയായിട്ട്. തിരുമേനി, ഇനി താമസിക്കരുത്. എന്റെ ഉടല് വിറയ്ക്കണു. വിടാൻ വിടാൻ. വയസ്സ് പോരായിട്ടാണോ? എന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഇറങ്ങിപ്പോണം. ഇറങ്ങിപ്പോകാൻ. അതെന്താ അങ്ങനെ? പാവമാണ് തിരുമേനി. ആ പോലീസ് ഇൻസ്പെക്ടർ അടക്കം നാടൊട്ടു പോവാല്ലേ? ഒന്നില്ലെങ്കിൽ ഞാനൊരു ബ്രാഹ്മണനല്ലേ? ബ്രാഹ്മണന്റെ മഹത്വം എന്നോട് പറയരുത് തിരുമേനി. കൂട്ടുവരയിൽ ഊൺ പണവും കൊടുത്ത് ബ്രാഹ്മണനെ സൽക്കരിച്ച ഒരു കോവിലകത്ത ഞാനും ജനിച്ചത്. എന്റെ അച്ഛനും ഒരു നമ്പൂതിരിയായിരുന്നു. നേമടിയും മാലിക്കാനും പോയി. നാലുകെട്ടിൽ പട്ടിണിയായിപ്പോൾ എന്റെ അമ്മയുടെ സംബന്ധക്കാരനും പോയി എന്റെ 7ാം വയസ്സിൽ. പിന്നീട് ഞാൻ എന്റെ അച്ഛൻ തിരുമേനിയെ കണ്ടിട്ടില്ല. ഇടവണ്ണ പാലൂര് മനക്കൽ കിടന്ന
ഈടെ അങ്ങേര് നരകിച്ച് ചത്തെന്ന് ഞാൻ കേട്ടു. എന്റെ ഇല്ലത്തോ? അപ്പൊ കുട്ടി കുറ്റല്ല, നാടിനേളെ സംബന്ധമായിട്ട് നടന്ന നിങ്ങളുടെ കാരണവന്മാർക്ക് എവിടെയൊക്കെ കുട്ടികളുണ്ടായെന്ന് അറിയൂ. സ്വന്തം മക്കളെ പോലും അവർ വ്യഭിചരിച്ചു കാണില്ല തിരുമേനി. എന്റെ ഈശ്വര, ശിവ ശിവ. വെറുതെ അല്ല, കുടുംബത്തോടെ മുടിഞ്ഞു പോയത്. കുട്ടി എന്നോട് ക്ഷമിക്കൂ, ഞാൻ അറിയാതെ. എനിക്കറിയാം തിരുമേനി, സ്വജാതിയിൽ എന്റെ അച്ഛന് പിറന്ന 6 പെൺമക്കൾ ആ മനയിൽ ഇപ്പോഴും ഉണ്ടെന്ന്. മൂത്ത് നരച്ച് പട്ടിണി കിടന്ന് നരകിക്കുന്ന അവർക്കൊണ്ടേ കൊടുക്കും ഈ കാശ്. വ്യഭിചരിക്കാനല്ല, ഒരു നേരത്തെ ആഹാരത്തിന് ഈ അപ്പൻ നമ്പൂതിരിയുടെ ദാനമായിട്ട് റേഷൻ അരി വാങ്ങിക്കാൻ. ഇതിൽ പറയുന്ന കോഡ്ലെസ് ഫോണിന് 3000 രൂപ വില വരും. തരാം. എന്നാലും വേണമല്ലേ? നീ ഏതാ മോളെ? നിന്റെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. പ്രൈവറ്റ് ടാക്സി ആവും. നമ്മുടെ ജെയിംസിന് ഇപ്പൊ ഇറക്കിപ്പോയ വണ്ടിയാ. ആണോ? കൊള്ളാമല്ലോ. പിന്നെ സാധനം ഇതിലുണ്ട്. എന്താ ഇത്ര താമസിച്ചത്? ദയവ് ചെയ്ത് എന്നെ ഇത്തരം സ്ഥലത്തേക്ക് ഇനി അയക്കരുത്. എന്തു പറ്റി? ഞാനൊരു സ്ത്രീയാണെന്ന് നിങ്ങൾ ഓർക്കണം. ഇതുപോലെ എനിക്ക് കഴിയില്ലെങ്കിൽ. ഇത് നിങ്ങളുടെ കാര്യത്തിലാണ്. കഴിയില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങി പോയേക്കാം. അതിനല്ലല്ലോ ഞാൻ ഇത്രയും സഹിക്കുന്നത്. ഇറച്ചിയും മീനും വെക്കുന്ന ഈ വീട്ടിൽ നിന്ന് എന്റെ അച്ഛൻ ജലപാനം തൊടാറില്ല. ഇന്നേക്ക് 2 മുഴുപട്ടിണിയ. എന്റെ അനിയനെ ഓർത്ത എല്ലാം സഹിക്കുന്നത്. ഇനിയെങ്കിലും പറയൂ, ആ തെളിവുകൾ എപ്പോൾ കിട്ടും? നിങ്ങൾ എന്നും അത് ആവർത്തിച്ച് ചോദിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, അത് മംഗലാപുരത്തുള്ള ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ചിരിക്കുക. അതിനോട് എത്തും. നിങ്ങൾ വെക്കളൂ. ഹലോ, 1
ആരെയാ വിളിച്ചത്? റിങ് ചെയ്ത പോലെ തോന്നി, എടുത്തപ്പോ ഡെഡായി. നമ്മുടെ ടെലിഫോൺ നാറികളും. എവിടെ പോയിരുന്നു? കാറ്റുകൊള്ളാൻ. ഇതിനകത്തിരുന്ന് ശ്വാസം മുട്ടുന്നു. ആരെങ്കിലും കണ്ടാൽ? കാണില്ല. നിങ്ങൾ കൊണ്ടുവന്ന 50,000 കൊണ്ട് എന്റെ കാര്യം നടക്കില്ല. ചുരുങ്ങിയ 4 ലക്ഷം രൂപയെങ്കിലും വേണം. ജയ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. യെസ്, ഞാനാ സത്യരാജ്. നീ എവിടുന്നാ വിളിക്കുന്നത്? നിങ്ങൾ എന്നെ കൊണ്ട് പൂട്ടിയിട്ട ഇല്ലെന്ന് തന്നെ. ഇവിടേക്ക് ടെലിഫോൺ അപ്ലൈ ചെയ്ത് വാങ്ങിക്കാൻ പ്രയാസമാണെന്നല്ലേ പറഞ്ഞത്? അത് ഞാൻ തന്നെ സംഘടിപ്പിച്ചു. എങ്ങനെ? ഞാൻ വിശ്വസിക്കില്ല. മിസ്റ്റർ, നിങ്ങളൊരു ക്രിമിനൽ ലോയർ ആണെങ്കിൽ ഞാനൊരു പക്ക ക്രിമിനലാണ്. എന്റെ ബുദ്ധിയെ നിങ്ങൾ അളക്കരുത്. അതുകൊണ്ടാണല്ലോ ജനം എന്നെ ആരാധിക്കുന്നത്. അതിരിക്കട്ടെ, എന്റെ കാര്യം എന്തായി? ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് കുടിയിരുത്തിയതുകൊണ്ടായില്ലല്ലോ. ഉടനെ എല്ലാം ശരിപ്പെടും. ഞാൻ ഏറ്റുന്നേ. ശരി. ജയൻ, ആ എസ്റ്റേറ്റ് കണ്ടപ്പോ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് വാങ്ങിക്കാൻ. അത് വിശ്വസിച്ച് ഞാൻ അവർക്ക് വാക്ക് കൊടുക്കും. അന്ന് ചാക്കോച്ച മുതലാളിയെ വെടിവെച്ച് കൊല്ലുമെന്ന് ആരെങ്കിലും കരുതിയോ? എന്റെ കാശ് അങ്ങേരുടെ കൈ പെട്ടുപോയി. ആ പാലത്തിന്റെ പണിയിലും വന്നു നഷ്ടം. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾക്ക് പണം തരാൻ നോക്കുവോ? അത് പറ. ഈ നിലയിൽ ലക്ഷങ്ങൾ തരാൻ എന്റെ കയ്യിലില്ല. 50,000 ആയിട്ട് എനിക്ക് വേണ്ട. $50,000 ഉലുവയായിട്ട് വന്നിരിക്കുന്നു ദരിദ്രവാസി. ഞാനൊരു പിച്ചക്കാരനാണെന്ന് കരുതിയോ നിന്റെ തന്ത? യോഗ്യനാണെന്ന് ധരിച്ചതാ തെറ്റിയത്. എന്താ നീ പറഞ്ഞത്? അല്ലെങ്കിൽ അത്രയേറെ സ്ത്രീധനം തന്നെ നിങ്ങളുടെ കൂടെ ഇറക്കി വിടില്ലായിരുന്നു. പിന്നെയും കാറിനും എസ്റ്റേറ്റിനും വേറെ എത്ര ആവശ്യം പറഞ്ഞ് നിങ്ങൾ വാങ്ങിച്ചു? ഇപ്പോഴും ചോദിക്കുന്നത് ലക്ഷങ്ങളല്ലേ? നാണമില്ലാതെ. കല്യാണത്തിന് മുമ്പ് പോലീസ് ഇൻസ്പെക്ടർ കൂടെ അഴിഞ്ഞാടിയ നീയാണടി നാണം കെട്ടവർ. എനിക്ക് കഞ്ഞിക്ക് വകയില്ലാഞ്ഞിട്ടല്ല, അതിന്റെ നഷ്ടപരിഹാരമാണ് ഞാൻ നിന്റെ അച്ഛനോട് ചോദിക്കുന്നത്. ഒരു സെക്കൻഡ് ഹാൻഡിനെ എന്റെ തലയിൽ കെട്ടിവെച്ചതിനുള്ള കോമ്പൻസേഷൻ. മകന്റെ ഗേൾ ഫ്രണ്ട് ആരാണെന്നറിയും? ഗീതയില്ലേ? ഞാനും തിരുവനന്തപുരത്ത് കൊണ്ട് കുഴപ്പമായ അവളുടെ അനുജത്തി. ചേച്ചി ജോലി എന്താണെന്ന് അറിയാമല്ലോ. വിൻസെന്റ് മകനൊന്ന് ഉപദേശിക്കണം. ഈ പോക്ക് നന്നല്ല.
ആർക്കാണ് കൊണ്ടുവന്നേ? അറിയില്ല സാർ. അറിയില്ലേ? സാർ വണ്ടി ഇവിടെ എത്തിയ ഈ നമ്പർ വിളിക്കാനാണ് സാർ പറഞ്ഞത്. 74584 ഇവിടത്തെ ഫോൺ നമ്പറാണോ? അതെ. എനിക്ക് വീടൊന്ന് പരിശോധിക്കണം. സെർച്ച് വാറണ്ടുണ്ട്. അത് ഐ എം സോറി, എന്റെ ഡ്യൂട്ടിയാണ്. ഹലോ, അഡ്വക്കേറ്റ് ജയചന്ദ്രൻ ഉണ്ടോ? ഏതാണ്ട് 2.5 കോടി രൂപയുടെ സിമന്റ് ഇറക്കുമതി ചെയ്തതായിട്ട് ഈ ഫയലിൽ കാണുന്നുണ്ട്. ഒരു ധർമ്മസ്ഥാപനത്തിന്റെ പേരിൽ ഇറക്കുമതി ചെയ്ത ഈ സിമന്റ് അത്രയും സ്വകാര്യ ഏജൻസികൾക്ക് ബ്ലാക്കിൽ വിറ്റതായും രേഖയുണ്ട്. ചാക്കോച്ചന്റെ കൊലപാതകവുമായി ഇടപാടുകാർക്ക് ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഏതാനും എവിഡൻസുകൾ ഈ ഫയലിലുണ്ട് സർ. ഐ സി. കണ്ടിടത്തോളം അത്ര നിസ്സാരന്മാരല്ല ഇതിന്റെ പിന്നിൽ. പെട്ടെന്ന് കൈകാര്യം ചെയ്ത് അവസാനിപ്പിക്കാവുന്ന ഒരു കേസുമില്ലത്. ബാലു, ഇത് സംബന്ധിച്ച് മറ്റു വല്ല റെക്കോർഡുകളും തന്റെ കയ്യിലുണ്ടോ? ഇല്ല സർ, ഞാൻ എല്ലാം ഏൽപ്പിച്ചു. ഗുഡ്. ഞാനതൊക്കെ ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് മതി അടുത്ത നീക്കം. നിസ്സാരമായൊരു പഴുത് കിട്ടിയാൽ അവന്മാർ രക്ഷപ്പെടും. വി മസ്റ്റ് നോട്ട് അലോ ദാറ്റ് സർ. അതുവരെ ഈ റാക്കറ്റിനെ പറ്റി നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി സർ. എനിഹൗ യു ഹാവ് ഡൺ സംതിങ് വെരി കമൻഡബിൾ ബാലു. പ്ലീസ് കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. വക്കീലിന്റെ വീട്ടിൽ റെയ്ഡ് നടന്ന വിവരം വിൻസെന്റ് വിളിച്ച് പറയുമ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായി. ഇല്ലായിരുന്നെങ്കിലോ? ദാറ്റ് ബലറാം ഇസ് എ ഡെയർ ഡെവിൾ. മുൻപും പിൻപും നോക്കാത്ത പ്രകൃതമാണ് മനുഷ്യൻ. കംപ്ലീറ്റ് റെക്കോർഡ്സിനെ ഏൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ഭാഗത്ത് നേരെ കൊണ്ട് തന്നു. ഇനിയെങ്കിലും ഇത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കും. ഇയാളുടെ കാര്യപ്രാപ്തി വിൻസെന്റിന് ചന്ദ്രാരിക്കും ബോധ്യമായില്ല. അല്ല, അത് കുമാർ സാർ പറയുന്നത് പോലെ ഞാൻ വടക്കട വക്കീൽ. കോടിക്കണക്കിന് രൂപയുടെ തിരിമറിയ അതിൽ ഉയരി പണയം വെച്ച മറ്റുള്ളവർ പലതും മറക്കുന്നത്. കൂട്ടത്തിൽ 5-6 ലക്ഷം കടലാസ് ഒതുക്കി വെക്കാൻ ത്രാണിയില്ലാത്ത ഇയാളുടെ ന്യായപ്രസവമൊന്നും കേൾക്കണ്ട. എന്നെ കുരുതി കൊടുക്കാൻ നീ അന്യനോടുക്കുന്ന വാതിൽ തുറന്നു കൊടുക്കും. ഞാൻ എന്ത് ചെയ്യും പിന്നെ? ആണുങ്ങളില്ലാത്ത വീട്ടിൽ കടക്കരുതെന്ന് നിനക്ക് പറഞ്ഞുകൂടെ? ഇവിടെ ഉണ്ടായിരുന്ന ഫയലും റെക്കോർഡ് എടുത്തുകൊണ്ട് പോകുന്നത് നീ നോക്കിയിരുന്നില്ലേ? സെർച്ച് വാറന്റുമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ കടന്നു വരുമ്പോ പിന്നെ പരവനാണ് ഇവർക്ക് താലപ്പൊലി എടുത്ത് സ്വീകരിക്കാമായിരുന്നു. അറ്റ്ലീസ്റ്റ് നീ എനിക്കൊന്ന് ഫോൺ ചെയ്തു. പലതവണ ശ്രമിച്ചതാ, കിട്ടണ്ടേ? കിട്ടില്ല. വന്നത് പോലീസ് ഓഫീസർ മാത്രമല്ലല്ലോ, കാമുകനല്ലേ? അനാവശ്യം പറയരുത്. അനാവശ്യം. ഈ വീട്ടിൽ ഫയലും റെക്കോർഡും മാത്രമല്ല, നിന്നെയും ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഞാനില്ലാത്തപ്പോൾ അവൻ ഇനിയും കടന്നു വന്നാൽ നീ അതിനും വാറ് തുറന്നു കൊടുക്കുമല്ലോ. അതെ, തുറന്നു കൊടുക്കും. എന്താണ് നീ പറഞ്ഞത്? ഇനി തൊട്ടുപോലെ തന്നെ. എന്താ നിങ്ങൾ കരുതിയത്? എന്നും കാൽക്കയിലേക്ക് ചവിട്ടി അരയ്ക്കാമെന്നോ? സഹിക്കാവുന്നതിലേറെ ഞാൻ സഹിച്ചു. ഇനി വയ്യ. തരം കെട്ടിയാൽ അന്യപുരുഷന് വാതിൽ തുറന്നു കൊടുക്കുന്നവളാണ് സ്വന്തം ഭാര്യ എന്ന് കരുതുന്ന നിങ്ങൾ. ആളാണെങ്കിൽ എന്നെ അടിച്ചിറക്കണം. അതിനുള്ള നട്ടല് നിങ്ങൾക്കില്ലെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങാം. മതി, മനസ്സില്ല. എനിക്കിനി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ മടുത്തു. ഹലോ, ഇസ് ഇറ്റ് ഹോങ്കോങ് 6261-657? ഐ എം സത്യരാജ് ഹിയർ. 2 ദിവസമായി ട്രൈ ചെയ്യുന്നു. 10 ദിവസത്തിനായി ഞാൻ പുറപ്പെടും. സിലോൺ വരെ കപ്പലില്ല, അവിടുന്ന് ഫ്ലൈറ്റിൽ. വേണ്ട ഏർപ്പാടുകൾ ഇവർ ചെയ്തിട്ടുണ്ട്. കൊളംബോ അക്കൗണ്ടിലേക്ക് $10,000 ഉടനെ ട്രാൻസ്ഫർ ചെയ്യണം. ബാക്കിയൊക്കെ ഞാൻ അവിടെ വന്നിട്ട്. ഓക്കെ, ഓൾ റൈറ്റ്.
അപ്പൊ ഇതായിരുന്നുവല്ലേ ഉദ്ദേശം? രക്ഷപ്പെടുന്നത് വരെ സുരക്ഷിതമായൊരു താവളം, ഈ വീട് ഒരു മറ. അതെ, അല്ല എന്താ കരുതിയത്? കാലാകാലം നിങ്ങളുടെ ഉപ്പും ചോറും നിങ്ങളുടെ കൂടണമെന്ന്. ദേ നോക്ക്, ചെയ്യാൻ കഴിയുമെന്ന് പരിപൂർണ വിശ്വാസമുള്ള കാര്യങ്ങളെ സത്യരായ ഏറ്റെടുക്കാറുണ്ട്. നിങ്ങൾ ആവശ്യപ്പെട്ടതടക്കം. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാനത് ചെയ്തിരിക്കും. അതിൽ ഓർമ്മപ്പെടുത്തലിന്റെ ആവശ്യമില്ല. ഈ സംശയം ഐ ജസ്റ്റ് ഡോണ്ട് ലൈക്ക് ഇറ്റ്. ജ്യോതി, ഇയാൾക്കെന്താ ഇവിടെ കാര്യം? ഇതിവിടെ ആര് കൊണ്ടുവന്നു? ബെന്നി. എടുത്തോണ്ട് പോടോ. കൊണ്ടുപോകാനല്ലേ, ഞാനിത് ജ്യോതിക്ക് പ്രസന്റേഷനായി കൊടുത്തതാ. തന്റെ പ്രസന്റേഷൻ? ചേച്ചി, ബെന്നി അവമാനിക്കരുത്. ഞാൻ വിളിച്ചിട്ട് എന്റെ ഗസ്റ്റ് ആയിട്ടാ ബെന്നി വന്നിരിക്കുന്നത്. ആണോ? എങ്കിലും ഉപചരിക്കണമല്ലോ. അത് ഞാനാകാം. ഞാനല്ലേ ഗൃഹനാഥ. നീ അകത്ത് പോ. ജ്യോതി, നിന്നോട് അകത്ത് പോകാനാ പറഞ്ഞത്. എനിക്ക് ഇയാളോട് അല്പം സംസാരിക്കാനുണ്ട്. ഇത്രയും വലിയൊരു സമ്മാനം എന്റെ അനിയത്തിക്ക് കൊടുക്കാൻ മാത്രം നീ അവളും തമ്മിലുള്ള ബന്ധം? ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. എടോ, വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന സ്നേഹം പുരുഷന് നിന്നെപ്പോലൊരു പണക്കാരന്റെ മകന് വലിയൊരു ക്രെഡിറ്റ് ആണ്. ആ സ്നേഹം വിറ്റ് ജീവിക്കാൻ എന്റെ അനിയത്തിയെ ഞാൻ വിട്ടുതരില്ല. അതിനു വേണ്ടിയല്ല ഞാൻ അവളെ വളർത്തുന്നത്. ചേച്ചി, കാര്യം കാണാനാണെങ്കിൽ ഈ പാവം പെണ്ണെന്തിന്? ഞാനല്ല ബെറ്റർ ചോയ്സ്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചാണ്. ജ്യോതി ആ നിലയ്ക്കല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത്. പിന്നെ വിൻസെന്റ് മുതലാളിയുടെ മകൻ എന്റെ അനിയത്തിയെ കല്യാണം കഴിക്കുമെന്നാണോ പറഞ്ഞു വരുന്നത്? അതെ. നിന്റെ അപ്പൻ അതിനെ സമ്മതിക്കുമോ? നിന്റെ സമുദായം അംഗീകരിക്കുമോ? അവരെയൊക്കെ എതിർത്തുകൊണ്ട് എന്റെ അനിയത്തെ സ്വീകരിക്കാനുള്ള ചങ്കൂറ്റം നിനക്കുണ്ടോ? ഉണ്ട്. എങ്കിലത് ആദ്യം നടക്കട്ടെ. ജ്യോതിയെ കാണുന്നതും ഈ സ്നേഹം പ്രകടിപ്പിക്കുന്നതും എന്നിട്ട് മതി. മനസ്സിലായില്ലേ? ഉവ്വ്, മനസ്സിലായി. ഞാനോ പിഴച്ചവളാ. ഇനിയൊരു വീഴ്ച കൂടി താങ്ങാൻ ഈ പാവം കുടുംബത്തിന് കഴിയില്ല. ഞങ്ങളെ ഉപദ്രവിക്കരുത് ബെന്നി, പ്ലീസ്. അനിയും പോ.